എയിംസിലെ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അത് പലരുടെയും ഡ്രീമും കൂടിയാണ്. ഓക്കെ, ടെന്റേറ്റീവ് ഡേറ്റ് അവര് തന്നിട്ടുള്ളത്. സോ ഈ ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് സ്യൂട്ടിക്സ് വെക്കുകയാണെങ്കിൽ കുറച്ച് ബോറിംഗ് ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്യൂട്ടിക്സ് എടുത്തിട്ട് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നസി ഇടയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പോ നമ്മുടെ CRE കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ, നമ്മുടെ എയിംസ്, ജിപ്മർ, ESIC ഇത് മൂന്നിനും വേണ്ടിയിട്ടുള്ള CRE എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ആണ്. ഇനി ഹാർഡ്ലി ഒരു 4 ദിവസം കൂടി അങ്ങാണ്ട് ഉള്ളൂ. സോ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഇന്ത്യയിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പൊ എയിംസ് ന്യൂഡൽഹി തന്നെയാണ് നമ്മുടെ CRE എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്, നല്ല ഹൈ സാലറി ആണ്, ഹൈ പോസ്റ്റ് ആണ്. നമ്മൾ ഒരു ഫാർമസിസ്റ്റ് ആയിക്കൊള്ളട്ടെ, എന്നാലും എയിംസിലെ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അത് പലരുടെയും ഡ്രീമും കൂടിയാണ്. ഓക്കെ, സോ മാക്സിമം എഫേർട്സ് ഇടുക, ഉള്ള ടൈമിൽ പഠിക്കുക. പക്ഷേ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല നമ്മുടെ മുന്നിൽ. ഹാർഡ്ലി 1 month ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഓഗസ്റ്റ് 25 ഓർ ഓഗസ്റ്റ് 26 ആണ് ടെന്റേറ്റീവ് ഡേറ്റ് അവര് തന്നിട്ടുള്ളത്. സോ ഈ ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു എൻറ്റയർ സിലബസ് ഡെപ്തിൽ പഠിച്ചു പോകാനുള്ള ടൈം ഒന്നും നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ ഉള്ള ചുരുങ്ങിയ ടൈമിനുള്ളിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ഹൗ ടു ക്രാക്ക് ദ CRE ഇൻ 1 month. നമുക്ക് ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വെറുതെ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അതായത് നമുക്ക് പഠിച്ച് അത് ക്രാക്ക് ചെയ്യണം എന്നൊരു ഡിസയറോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എഫേർട്സ് ഇടാനും അതിന് വേണ്ടിയിട്ട് പഠിക്കാനും നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നുള്ളൂ. പക്ഷെ വെറുതെ അപ്ലൈ ചെയ്യണമെങ്കിൽ എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടത്തില്ല. അത് വെറുതെ നമ്മുടെ ഒരു വേസ്റ്റേജ് ഓഫ് ടൈം ആയിട്ട് അത് പിന്നീട് മാറും. സോ അതുകൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്നവരൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നിങ്ങളിൽ തന്നെ ഒരു ബിലീഫ്, ലൈക്ക് സെൽഫ് ബിലീഫ് വേണം. നമുക്ക് ആ ഒരു എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു എക്സാം ലൈക്ക് ആ ഒരു കട്ട് ഓഫ് ഞാൻ പാസ് ചെയ്യും എന്നൊരു ഇന്റൻഷനോട് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ പഠിക്കുക. അപ്പൊ എയിംസിന്റെ ഒക്കെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമല്ല. സോ അത് എന്തുകൊണ്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന ആരാണെങ്കിലും എന്ത് ചെയ്യുക, ലൈക്ക് നമ്മൾക്കത് ക്രാക്ക് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ instead of thinking how hard your journey is, think how great your story will be. നല്ലൊരു കോട്ടാണ് അല്ലെ. അതായത് അത്യാവശ്യം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമ്മൾ ആദ്യം, ഇൻക്ലൂഡിങ് മീ, എന്താണ് അതിന്റെ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈഡ്സ് ആയിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുക. കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇത്രയും വലിയ സിലബസ് അല്ലെ, കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ആദ്യം തന്നെ വരിക. പക്ഷെ അതിന് പകരം ഹൗ ഗ്രേറ്റ് യുവർ സ്റ്റോറി വിൽ ബി എന്നൊരു തോട്ട് നമ്മളിലേക്ക് വരികയാണെങ്കിൽ അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് ഇടാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സോ ഈ ഒരു ചെറിയ ടൈമിനുള്ളിൽ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നൊരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നമുക്കിനി ജൂലൈയിൽ ഇനി ഏകദേശം ഒരു 4 ദിവസം കൂടിയാണ് ജൂലൈ തീരാനുള്ളൂ. അപ്പോ 28th 29th ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറയുന്നത്, ഇപ്പൊ 30th പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന സബ്ജക്ട്സ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്സ് ഇൻക്ലൂഡിംഗ് ഡിസ്പെൻസിങ് ഫാർമസി, അതുപോലെ ഫാർമക്കോഗ്നസി ആൻഡ് ഫാർമക്കോഗ്നസി, ദെൻ ഫാർമക്കോളജി, ദെൻ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്, ഹോസ്പിറ്റൽ ഫാർമസി, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി, ദെൻ അതുപോലെ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ദെൻ ക്ലിനിക്കൽ ഫാർമസി, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് സബ്ജക്ട്സ് ആണ് കൂടുതലും അതിനകത്ത് വരിക. അതിലും ഹൈ വെയിറ്റേജിൽ നിൽക്കുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജി ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫാർമക്കോളജി ആൻഡ് ക്ലിനിക്കൽ ഫാർമസി എന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. സെക്കൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ഫാർമസ്യൂട്ടിക്സും ഒരേപോലെ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫാർമക്കോഗ്നസി, ജൂറിസ്പ്രുഡൻസ്,
ബാക്കിയുള്ള സബ്ജക്ട്സ് ബയോകെമിസ്ട്രി കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. സോ ഇത്രയുമാണ് മുന്നത്തെ ഒരു സബ്ജക്ട്സിന്റെ ഒരു അനലൈസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ നമ്മൾ 30-ാം തീയതി നമ്മൾ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് സെല്ലിന്ന് തുടങ്ങി ബാക്കി ഓർഗൻ സിസ്റ്റംസ് കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ 30 and 31 പറഞ്ഞ പോലെ എല്ലാ സബ്ജക്ട്സും നമുക്ക് വാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ നമുക്ക് എന്തായാലും സാധിക്കത്തില്ല. അപ്പൊ 30, 31 നിങ്ങൾ അനാറ്റമി പഠിക്കുക. ദെൻ അതുപോലെ സ്യൂട്ടിക്സ്, ഫസ്റ്റ് സ്യൂട്ടിക്സ് അടുപ്പിച്ച് സ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി വായിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി ജസ്റ്റ് വായിച്ച് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ. പക്ഷെ അതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്യൂട്ടിക്സ് വെക്കുകയാണെങ്കിൽ കുറച്ച് ബോറിംഗ് ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്യൂട്ടിക്സ് എടുത്തിട്ട് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നസി ഇടയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സൺഡേ എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി വീക്കെൻഡ് ഡേ ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ടൈം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. സോ കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യുക, സൺഡേസ് കൂടുതൽ നമ്മൾ കെമിസ്ട്രി നമ്മൾ ആഡ് ചെയ്യുക. വരുന്ന സൺഡേസ് അടുപ്പിച്ച് 3 സൺഡേസും അതുപോലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ August 15th അന്ന് നമ്മൾ കെമിസ്ട്രിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ August 4th കോഗ്നസിന്റെ ബാക്കി കോഗ്നസി സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അടുപ്പിച്ചൊരു 3 ദിവസം നമ്മുടെ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള സബ്ജക്ട് ദാറ്റ് ഇസ് ഫാർമക്കോളജി നമ്മൾ പഠിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച സ്യൂട്ടിക്സിന്റെ ബാക്കി, ദെൻ 2 ദിവസം അടുപ്പിച്ച് നമ്മൾ സ്യൂട്ടിക്സ് നോക്കുന്നു. ഓക്കെ, then after that again Sunday വരികയാണ്. സൺഡേ നമ്മൾ എന്താണ് നോക്കുന്നത്, കെമിസ്ട്രി നോക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോളേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സും കൂടി എടുത്ത് ഫാർമക്കോളജി കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ജനറൽ ഫാർമക്കോളജി, അതുപോലെ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ADRs ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ തന്നെ ഒരുമാതിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ADRs കൂടി പഠിക്കുക. ഓക്കെ, ദെൻ 12-ാം തീയതി ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിക്ക് ഒരൊറ്റ ഡേ വെച്ചിട്ടുള്ളൂ, അന്ന് തന്നെ മാക്സിമം കവർ ചെയ്യാൻ നോക്കണം. ദെൻ 13 ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതിന് നമ്മൾ ഒരു ഡേ മാത്രമേ വെച്ചിട്ടുള്ളൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 14 ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി നമ്മൾ ഒറ്റ ഡേ കൊണ്ട് തീർക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ഒരു ലീവ് ഉള്ള ഡേ, ഹോളിഡേ ആണ് വരുന്നത്, ദാറ്റ് ഇസ് August 15. എല്ലാവർക്കും അന്ന് അവധി ആയിരിക്കണം എന്നില്ല, എന്നാലും കുറച്ചും കൂടി ടൈം കിട്ടുന്നവർ ഉള്ള ആൾക്കാരുണ്ടാവും. സോ അവരെന്ത് ചെയ്യുക, കെമിസ്ട്രി നോക്കുക. ദെൻ കെമിസ്ട്രി പിന്നെ നമുക്ക് ഒരു സൺഡേയും കൂടി വരണുള്ളൂ. പിന്നെ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റിയുടെ ബാക്കി നമ്മൾ 16th നോക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ നമ്മൾ 2 ദിവസം സ്യൂട്ടിക്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം ഫാർമക്കോളജി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റേജ് വരുന്ന സബ്ജക്ട്സ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും അതുപോലെ ഫാർമസ്യൂട്ടിക്സും ആണ്. സോ ഫാർമസ്യൂട്ടിക്സിന് എന്തായാലും ഫാർമസ്യൂട്ടിക്സിനും കെമിസ്ട്രിക്കും ഒരേപോലെ ഒരു വെയിറ്റേജ് കൊടുക്കണം കോളേജിക്ക് ശേഷം. അപ്പൊ സ്യൂട്ടിക്സ് 2 ദിവസം നോക്കുന്നു. പിന്നെ ബയോ കെമിസ്ട്രി ഉണ്ട്. പിന്നെ 2 ദിവസം നമ്മുടെ പഠിത്തത്തിന്റെ ബാക്കി 2 ദിവസം നമ്മൾ ബയോ കെമിസ്ട്രി ആണ്. ദെൻ അടുപ്പിച്ച് 2 ദിവസത്തേക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഫുൾ കളക്ട് ചെയ്ത് അതിന്റെ Q&A ഡിസ്കഷൻ ആയിരിക്കും. ആൻഡ് ഫൈനലി എക്സാമിന്റെ ഒരു ദിവസം മുന്നേ ആയിട്ടൊരു മോക്ക് ടെസ്റ്റ്. ഏകദേശം നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫാർമ റിലേറ്റഡ്, 20 ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ നോളജ് ആൻഡ് ബേസിക് നോളജ് ഇൻ കമ്പ്യൂട്ടർ. ഓക്കെ, അത്ര ഡെപ്തില് കമ്പ്യൂട്ടർ ഒന്നും നമുക്ക് ഇത്ര ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ എല്ലാത്തിനെയും ഒന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ, ഈ കമ്പ്യൂട്ടർ ഒക്കെ. ഓക്കെ, പിന്നെ അതുപോലെ കറന്റ് അഫയേഴ്സും കാര്യങ്ങളൊക്കെ. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമി ഈ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ റിവിഷൻ 30th സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അതായത് വരുന്ന ജൂലൈ 30 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം എന്താണ്, ചിലപ്പോൾ ഇത്രയും വലിയ സബ്ജക്ട് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മടിച്ച് ചേരാനൊക്കെ കുറച്ച് മടിയായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാനും കുറച്ച് മടിയായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സാമിന് ഇനി അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റ് ആണ്. എയിംസ് ആണ്, ജിപ്മറും ESIC എല്ലാം ഉണ്ട്. മൊത്തത്തിൽ 312 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.